ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു കേട്ടോ. നമുക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിതാ ഇന്ന് അടിപൊളി ഒരു സ്നാക്സ് ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. 4 മണിക്ക് ചായക്കും. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയില്ലേ, അപ്പോൾ നോമ്പിന് എന്തായാലും നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കാത്തവർ ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതാ നല്ല അതിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കിതാ നോക്കി പോരാ കേട്ടോ. അപ്പോൾ നമ്മളിതാ കോഴിമുട്ടയൊക്കെ പുഴുങ്ങി തോലൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം ഉണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയിലയും അതുപോലെ തന്നെ വലിയുള്ളി ഒന്ന് അരിഞ്ഞതുകൊണ്ട് കുറച്ച് കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക് മുഴുവനായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എപ്പോഴും ഇങ്ങനെ നമ്മൾ ആ കുത്തണ കല്ലുണ്ടല്ലോ അതിലിട്ട് കുത്തി പൊടിച്ച് എടുക്കലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ നമ്മളെ കോഴിമുട്ടയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാനിതിങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കണത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കോഴിമുട്ട മുട്ട ആകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ കുനുകുനാന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുക്കും. ലാസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മൾ മുട്ടയൊക്കെ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഒന്നും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ കോഴിമുട്ടയൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുരുമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇതിലിടാണ്ട് കേട്ടോ. അത് ആ ഒരു 1/4 ടീസ്പൂണ് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് പിന്നെ നമ്മളെ ഗരം മസാലപ്പൊടി അതാണ് ഇട്ടുള്ളത്. ഗരം മസാലപ്പൊടി ഇല്ലാത്ത സ്നാക്സ് ഉണ്ടോ അല്ലേ. അപ്പോൾ എല്ലാതും അത്യാവശ്യമുള്ള സംഭവമാണ് ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പോൾ പാകത്തിനുള്ളതാ ഉപ്പും ഇട്ട് കൊടുത്തേക്കണ്. ഇനി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു 2-3 മൈദപ്പൊടി കേട്ടോ, സ്പൂണ് മൈദപ്പൊടി. അത് നമ്മളിങ്ങനെ ബോളാക്കുന്ന ടൈമിൽ വിട്ട് പോവാതിരിക്കാനാണ്. അധികം ഒന്നും വേണമെന്നില്ല കേട്ടോ. 2 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ അത്ര മതി കേട്ടോ. നമ്മൾ എടുക്കുന്നതിന് അനുസരിച്ച് മുട്ട എത്ര നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ അതാ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കോഴിമുട്ടയും കൂടെ വേണം കേട്ടോ. എന്നിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അംശം ഒന്നും ആവശ്യമില്ല കേട്ടോ. പാകത്തെ ഉപ്പും എല്ലാതും മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ മുളക് പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഞങ്ങൾ ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ ഉള്ളിലൊക്കെ നല്ല അടിപൊളിയാണ്. നല്ലൊരു ഇങ്ങനെ സോഫ്റ്റും ആണ്, എന്നാൽ അധികം സോഫ്റ്റും അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലത്തെ അതിലേറെ നല്ല കുറച്ചുകൂടി ഒരു തിക്കായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇതിനൊക്കെ ഓരോ ചെറിയ ബൗളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കൈ വെച്ചിങ്ങനെ നല്ലതുപോലെ ഒന്ന് മസാല ഒക്കെ മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ബൗളാക്കി എടുക്കുക ആദ്യം. അപ്പോൾ ഇതാണ്ടല്ലേ നമ്മൾ ഒരു മുട്ടൻ്റെ ആ വെള്ളം തന്നെ ഉള്ളു കേട്ടോ അതിൽ. പിന്നെ നമ്മൾ ഉള്ളിയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പാകത്തതിൽ. പിന്നെ ഞാൻ ഒരു സംഭവം കൂടി ഇതിന് മറന്നു പോയിട്ടോ പറയാൻ. നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ബോളാക്കുന്ന ടൈമിൽ അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ മറന്നതാട്ടോ. പിന്നെ വീഡിയോ നമ്മളെ ഫോൺ ഓണാക്കിയിരുന്നില്ല കേട്ടോ. അത് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഇടുകയും ചെയ്തു. പക്ഷേ അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണവർ അത് ഓടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബോളുകളൊക്കെ ഇവിടെ സെറ്റ് ആയിക്കണ്. ഒരു കുഞ്ഞേ ബോളുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ ഒരു ചെറിയ ബോളും കൂടി ഉണ്ട്. ഇനി നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാൽ 2 കോഴിമുട്ട പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ സംഭവം. പിന്നെ മുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ അതിലൊക്കെ ഇങ്ങനെ മുക്കി പൊരിക്കുകയല്ലേ ചെയ്യാറ്. അപ്പോൾ അതേ മെത്തേഡ് തന്നെ കേട്ടോ. പക്ഷേ നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടാണ് മാത്രം. മുട്ടയും ഉള്ളിയും ഇതൊന്നും വാട്ടണില്ല കേട്ടോ. നമ്മളതൊക്കെ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ വാട്ടലാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മൾ വാട്ടണില്ല കേട്ടോ. വാട്ടാതെയാണ് ആ എണ്ണയിൽ കിടന്ന് ഉള്ളി നല്ല വെന്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബോളാക്കി വെച്ചതൊക്കെ ഒന്ന് ഇട്ടിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 കോട്ട് ചെയ്യണം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വല്ലാതെ ഒന്നും പൊട്ടിപ്പോരാനൊന്നും സാധ്യതയില്ല. ഇത് ഇങ്ങനെ നമ്മൾ മുട്ടയിലൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ല ഒരുപാടൊന്നും അമർത്തി പിടിക്കേണ്ട ആവശ്യമില്ല. അമർത്തി പിടിച്ചത് അങ്ങനെ പൊട്ടി പോരും, ഇങ്ങനെ കുഴഞ്ഞു പരുവത്തിൽ പോലെ ആവട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മുട്ട ഇതിലിട്ടിട്ട് വേഗം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാതും അങ്ങനെ തന്നെ ഒന്ന് എടുത്ത് ചെയ്യാം.
അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ അടിപൊളി ബോളും ഒക്കെ ശരിയായിക്കണം. അടിപൊളിയായിട്ട് ലോലിപ്പോപ്പിനുള്ള ബോൾ അങ്ങോട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഇനി സംഭവം പൊരിച്ചെടുത്താൽ സംഭവം പരിപാടി കഴിയും. ഇതിപ്പോൾ ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കുറച്ച് കമ്മിയായിട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കാം മടിച്ചിട്ട് ഡബ്ബയൊക്കെ തുറന്ന് എടുക്കണം. അതിന് മടിച്ചിട്ട് അതിപ്പോൾ അങ്ങനെ മതിയിട്ട് ഒരു കോട്ടിങ്ങേ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ 2 കോട്ടിങ്ങായിട്ട് കൊടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നല്ല പുറം നല്ല ക്രിസ്പിയും തോലും നല്ല കട്ടിയിൽ വരും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എണ്ണ ഒരുപാട് ചൂടായപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി കേട്ടോ. പിന്നെ ഒന്നുകൂടി കത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇരുമ്പൻ ചട്ടി ഇനി മുതൽ ഉപയോഗിക്കലും ഇങ്ങോട്ട് തുടങ്ങും കേട്ടോ. ഇനി നോമ്പൊക്കെ ആയില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണക്കടി പരമാവധി ഒഴിവാക്കാനായിട്ടോ നോക്കും. പക്ഷേ എണ്ണക്കടി ഇല്ലാതെ ആർക്കും പറ്റില്ല കേട്ടോ. ഇവിടെ ഫുള്ള് നോമ്പിന് എണ്ണക്കടി കേട്ടോ മെയിനും. എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ ഈ ചൂടത്തൊക്കെ എണ്ണക്കടി ഒഴിവാക്കുക തന്നെ ആവും നല്ലത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതാ അതിനായിട്ട് നമ്മൾ എണ്ണയൊക്കെ അടിപൊളിയായിട്ട് ചൂടായി വന്നിക്കണം. ഇനി നമുക്ക് അതിക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇടുമ്പോൾ മെല്ലെ ഇട്ട് കൊടുക്കണം. എണ്ണയൊന്നും കയ്യിൽ തെറിക്കാതെ നോക്കുക. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇടുമ്പോൾ കയ്യിൽ നല്ല തിളച്ച് നിൽക്കുന്ന എണ്ണയല്ലേ. ഇനിയിപ്പോൾ നോമ്പ് കഴിയുമ്പോഴത്തേനും കയ്യിലൊക്കെ ഓരോരോ പാടുകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണക്കടീൻ്റെ പരിപാടികളല്ലേ അധികം ഉണ്ടാക്കുക. അപ്പോൾ കയ്യിലൊക്കെ ഓരോ പാടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി. ഇട്ടേക്കനെ നമ്മളത് ഒന്നും ചെയ്തിട്ടോ ചെയ്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോയാലോ എത്തിയിട്ട്. അപ്പോൾ നല്ല സെറ്റായിട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ എണ്ണ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതങ്ങനെ വരുന്നത്. വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു മണമാണല്ലോ വെളിച്ചെണ്ണയിലൊക്കെ കടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് ഓയിലിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ പത പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളത് കുറേശ്ശെ ഇങ്ങനെ അയങ്ങോണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടൊന്നും കരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ നമ്മളത് ആദ്യം ഇട്ടത് അങ്ങോട്ട് ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് മെല്ലെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞു വരുന്ന നല്ല മണമുണ്ട്. നല്ല എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല എണ്ണയൊക്കെ നല്ലോണം വറ്റി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ഒക്കെ ഞാൻ ഇട്ട് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ എഗ്ഗ് ലോലിപ്പോപ്പിൻ്റെ സംഭവം അങ്ങോട്ട് ശരിയായി. ലോലിപ്പോപ്പ് ഫുള്ളായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു കോലൊക്കെ വേണ്ടേ. കോലിനൊക്കെ ഞാൻ കുറച്ച് ഇറുക്കളൊക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കോലോരോന്ന് കൊത്തിക്കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഈർക്കളി കമ്പൊക്കെ ഇങ്ങനെ ഓരോന്ന് കുത്തി കൊടുക്കട്ടോ. ലോലിപ്പോപ്പ് പറയുമ്പോൾ ഇതൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാ പിന്നെ മറ്റേത് ആ കമ്പുണ്ടാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മളടുത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മളതങ്ങനെ ഇറുക്കളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആ സംഭവം ലോലിപ്പോപ്പ് അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ ഇതെടുത്തപ്പോൾ കോല് ഊരിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെടുത്തില്ല, അവിടെ തന്നെ വെച്ചു. അപ്പോൾ 3 എണ്ണത്തിനുള്ള കോല് നമ്മളെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായി. ഒന്ന് ചായയൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. ഇനി നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും സോസിലൊക്കെ ഒന്ന് ഉപ്പി മുക്കി തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭാഗമൊക്കെ നല്ല അടിപൊളി വെന്ത് സെറ്റായി വന്നിട്ടുള്ള ഒരു കുഴഞ്ഞ പരുവത്തിൽ ഒന്നുമല്ല, നല്ലൊരു സോഫ്റ്റും ഉണ്ട്, എന്നാൽ ഒരുപാട് സോഫ്റ്റും ഇല്ലാത്ത ആ ഒരു ടൈപ്പിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിക്കാനും നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കൂടെ സോസും കൂടി വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സബും ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.